ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. നിരവധി നാളുകളായി ഉന്നയിക്കപ്പെട്ടിട്ട് മറുപടി പറയാത്ത ഒരു ചോദ്യത്തിന് ഒന്ന് മറുപടി പറയാം എന്ന് കരുതുക. സഭയ്ക്കകത്തുണ്ടാകുന്ന തർക്കങ്ങളെ സംബന്ധിച്ചാണ് ഈ ചോദ്യം. നിങ്ങൾ ഏത് പക്ഷത്താണ്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരു മറുപടി പറയാത്തത്, ഏതെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ ഉടനെ ചാപ്പയടിക്കുക എന്നതാണ് സ്വാഭാവികമായ പ്രകൃതം. അതുകൊണ്ട് ആരാധനാക്രമത്തെ സംബന്ധിച്ചും സഭയിലുണ്ടാകുന്ന തർക്കങ്ങളെ സംബന്ധിച്ചും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ പക്ഷത്ത് വേഗം മുദ്രയടിക്കപ്പെടും എന്നതാണ് ഒരു കാര്യം. അതിനേക്കാൾ ഉപരിയായി ഈ നടക്കുന്ന തർക്കവിതർക്കങ്ങൾക്കകത്ത് കാമ്പില്ല എന്നൊരു ബോധമാണ് എന്നെ പലപ്പോഴും നയിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു മാറി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വത്തിനെയും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പെരുകുമ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു എന്നതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇടപെടാത്തത്. മനുഷ്യരുടെ വിശപ്പും കണ്ണീരും പ്രധാനപ്പെട്ട ഭൗതിക യാഥാർത്ഥ്യമായിരിക്കെ അവയെ പരിഗണിക്കാതെ മനുഷ്യജീവിതത്തിന്റെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും പരിഹരിക്കാൻ ക്രിസ്തുവിൽ അങ്ങനെ സാധ്യമാകുമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം നാം എപ്പോഴും തൊലിപ്പുറമെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ യഥാർത്ഥത്തിൽ അവരൻ കൂടി അർഹനാണ്, അവൻ്റേത് കൂടിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാതെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾക്കകത്ത് പങ്കുചേരുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന കരുതലോടെയാണ് മറുപടികൾ പറയാതിരുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും സഭയുടെ സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും സഭയിൽ അധികാര പ്രയോഗത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരഭിപ്രായം പറയാത്തത് ഇവയൊക്കെ ക്രിസ്തു വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങളിൽ ആരും ഒന്നാമനാകരുത്, നേതാവാകരുത്. നിങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ജഡിക മനുഷ്യരായതുകൊണ്ടാണ് എന്നാണ് തിരുവചനത്തിന്റെ സംക്ഷിപ്ത രൂപം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ആരും നേതാവാകരുത്, ഒന്നാമനാകരുത്, ആരും ആരുടെയും കീഴെയല്ല, ഭൂമിയിലെ രാജാക്കന്മാരെ പോലെയല്ല നിങ്ങൾ പെരുമാറേണ്ടത്. പക്ഷെ സഭയ്ക്കകത്ത് നമ്മൾ കാണുന്നത് ഇത്തരം ആധിപത്യ സ്വഭാവങ്ങളാണ് പലപ്പോഴും. അത് സഭയുടെ കുഴപ്പമായിട്ടല്ല, സഭയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കുഴപ്പമായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, ശിരസായ ക്രിസ്തുവിലേക്കാണ് വളരുന്നത്. യഥാർത്ഥത്തിൽ സഭയിലുള്ള ആളുകൾക്ക് ഈ ബോധം നഷ്ടപ്പെടുമ്പോൾ ഈ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും അധികാരത്തെ സംബന്ധിച്ചും അതിന്റെ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സ്വാഭാവികമായി വരാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തർക്കം ഉണ്ടാകുന്നതിന്റെ കാര്യം കൊറിന്ത്യർ ലേഖനത്തിൽ ശ്ലീഹ പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും തർക്കമുള്ളവരാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ പൗലോസിൻ്റെതാണ് എന്ന തർക്കം നിലനിൽക്കുന്നു. അതിന് ശ്ലീഹ പറയുന്ന കാര്യം, നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യരാണ്, അതുകൊണ്ടാണ് അസൂയയും തർക്കം ഉണ്ടാകുന്നത്. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആരാധനയെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകണം. അതിന് ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. ഈ നടക്കുന്ന തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ വാസ്തവത്തിൽ ഉപരിപ്ലവമായ ഒന്ന് മാത്രമാണ്. കാമ്പായ വിശ്വാസ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മൾ എന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാത്തത്. ഈ തർക്കങ്ങളും വിതർക്കങ്ങളും വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യത്തിലല്ല. ഇപ്പോൾ സാധാരണ പറയുന്നൊരു ചോദ്യം, ഐക്യരൂപം വേണ്ടേ, ഏകത വേണ്ടേ എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഏകത ഇല്ല എന്നതാണ് പരമാർത്ഥം. ഭൗതികമായി ചിന്തിച്ചാൽ വിഭജനങ്ങളുടെ ലോകമാണ് നമ്മുടേത്. സ്ത്രീ പുരുഷൻ, ജാതി മത ഭേദങ്ങൾ, ഭാഷാദേശ ഭേദങ്ങൾ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലങ്ങൾ, അങ്ങനെ നിരവധി വൈജാത്യങ്ങൾ. നരവംശാസ്ത്ര പ്രകൃതത്തിൽ തന്നെ ഒരിക്കലും തമ്മിൽ ചേരാത്ത വിധം ഭിന്നമായ സ്വഭാവങ്ങളുള്ളവർ, ഭിന്നമായ അഭിരുചികളുള്ളവർ, ഭിന്നമായ ജീവിത ബോധ്യങ്ങളുള്ളവർ, അതിനൊക്കെ അടിസ്ഥാനമാകുന്ന ഭിന്നമായ അനുഭവങ്ങൾ,
അങ്ങനെ കടന്നു വരുന്ന മനുഷ്യർ തമ്മിൽ ഏകതയിലെത്തുന്നത് എവിടെയാണ്? അത് ക്രിസ്തുവിൽ മാത്രമാണ്. ഗലാത്യ ലേഖനം നമ്മോട് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവപുത്രന്മാരാണ്. നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്നത് എന്താണെന്നതിനെ കുറിച്ചാണ് വചനം അവിടെ പറയുക. ഒരു പിതാവിൽ നിന്നുള്ളവരാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവനും നമ്മൾ ഓരോരുത്തരും എന്നതുകൊണ്ട് നാം ഓരോരുത്തരും തമ്മിലും പ്രപഞ്ചത്തിലും ഒരു ബന്ധമുണ്ട് എന്ന കാര്യമാണ് അവിടെ പറയുക. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് മൂലപദാർത്ഥം യേശുവാണ്. ഞാനും നിങ്ങളും തമ്മിൽ ഉള്ള ബന്ധത്തിനകത്ത് വാസ്തവത്തിൽ നിലനിൽക്കുന്നത് ഭൗതികമായ യാഥാർത്ഥ്യങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായ അമൂർത്തമായ ഒന്ന് നമുക്കിടയിലുണ്ട്. ആ അമൂർത്തമായ ഒന്ന് യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും പിതാവായ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് ബോധ്യമുണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മിലും നാം മുഴുവൻ പ്രപഞ്ചത്തിലും ഓരോരുത്തരും തമ്മിലും ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ മനുഷ്യകുലം ഒന്നാകുകയും സൃഷ്ടപ്രപഞ്ചവുമായും ഒരു ബന്ധമുണ്ട് എന്ന തിരിച്ചറിവിലാണ് വാസ്തവത്തിൽ നാം എത്തിച്ചേരേണ്ടത്. യേശുക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവമക്കളാണ്. തിരിച്ചറിയാൻ കഴിയുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവ് അനുഭവപ്രദമായ ഒരു കാര്യമാണ്. ആ കഴിവ് ഉപയോഗിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയും ക്രിസ്തുവിനെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ. എന്നാൽ വൈജാത്യങ്ങൾ അപ്പോഴും നിലനിൽക്കും, ഭിന്നാഭിപ്രായങ്ങൾ അപ്പോഴും നിലനിൽക്കും. നമുക്ക് ഏകതയുള്ളത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ്. ഏകദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അതിനർത്ഥം നമുക്കെല്ലാവർക്കും കൂടി, നമ്മളെല്ലാം ഏകമായിരിക്കുമ്പോൾ ഒരു ദൈവം എന്ന നിലയ്ക്കാണ്. നാം എല്ലാവരും ഒന്നാണ് എന്ന ബോധ്യത്തിൽ നാം എത്തിച്ചേരുന്നത് ക്രിസ്തുവിലാണ്. അങ്ങനെ വിശ്വാസം വഴി നമ്മളെല്ലാവരും ഒന്നായിത്തീരുന്നു, നമ്മളെല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമായിത്തീരുന്നു. എന്നാൽ ഭിന്നാഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിലനിന്ന് പോകുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സഭ തന്നെയും ഏകമായ ആചാരാനുഷ്ഠാനങ്ങളിലുള്ളതല്ല. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചാണല്ലോ തർക്കങ്ങൾ മുഴുവൻ. നാം എന്ത് ചെയ്യണം എന്നതിന് വ്യക്തമായ ബോധ്യം പറയുന്ന കാര്യങ്ങളല്ല. ജീവിതം എങ്ങനെയാകണം, അവരന് വേണ്ടി ആയിത്തീരേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന യഥാർത്ഥ സുവിശേഷത്തെ കൈവിട്ടിട്ടാണ് നമ്മൾ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒന്നായി തീരാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങളൊക്കെ വിഫലമാണ് നമുക്ക് കാണാം. ലോക ചരിത്രം പരിശോധിച്ചാൽ കാണാം, സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, സഭയുടെ ഇന്നുള്ള ഘടന നോക്കിയാലും നമുക്ക് കാണാം. ഒരേ ആചാരമോ അനുഷ്ഠാനങ്ങളോ ഉള്ളവരല്ലല്ലോ ലോകത്തുള്ള സഭയിലെ മുഴുവൻ റീത്തുകളും. പല സ്വഭാവങ്ങളുള്ളവർ, പല രീതിയുള്ളവർ, പല ഭാഷ ഉപയോഗിക്കുന്നവർ, പലതരത്തിൽ സംസാരിക്കുന്നവർ. ഏകമായി നമുക്ക് പറയാവുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം വഴി നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുമെന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് ഐക്യരൂപം എന്ന് പറഞ്ഞ് ഇന്ന് നാം പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരേ ആചാരത്തിന്റെ സ്വഭാവത്തിൽ, ഒരേ അനുഷ്ഠാന രൂപത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്ന നിലയ്ക്കാണ് വാദിക്കുന്നത്. വാസ്തവത്തിൽ സഭ ഒന്നാകെ പരിശോധിക്കുമ്പോൾ തന്നെ ഇത് അപ്രസക്തമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരേ ആചാരക്രമം അനുസരിച്ച് ബലിയർപ്പിക്കുമ്പോഴും അവിടെ ബലിയിൽ പങ്കുചേരുന്ന നൂറുകണക്കിന് ആളുകൾ 100 തരത്തിലാണ് അത് മനസ്സിലാക്കുന്നതും സ്വീകരിക്കുന്നതും അർപ്പിക്കുന്നതും. ഒരേപോലെ ആകാൻ തരമില്ല. ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാവുന്ന ഏകമായ ഒന്ന് ക്രിസ്തുവാണ്. ക്രിസ്തു അല്ലാതെ മറ്റെല്ലാം വിഭിന്നമായ സ്വഭാവങ്ങളുള്ളതാണ്. ക്രിസ്തുവിലായിത്തീരുകയാണ് പരമപ്രധാനം. അതുകൊണ്ടാണ് ഇത്തരം തർക്കങ്ങളെ, തൊലിപ്പുറമായുള്ള തർക്കങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സ്പർശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങൾ ഇല്ലാതെ പോകുന്നു. ആചാരത്തിലെ പിഴവുകൾ, അനുഷ്ഠാനം കൊണ്ട് ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ച്യുതികൾ, അവയെക്കുറിച്ചൊന്നും തർക്കമില്ലാതെ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായ ഒരു പ്രഘോഷണത്തിൽ ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. സാക്ഷ്യത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ആക്സിഡന്റിൽ തലച്ചോറ് തകർന്നു. അങ്ങനെ തലച്ചോറ് തകർന്ന് അയാൾ ആശുപത്രി കിടക്കുമ്പോൾ
അയാളുടെ തലയോട്ടി ഓപ്പറേറ്റ് ചെയ്തു. അത് ഫ്രീസറിലായിരുന്നു എന്നാണ് ഈ സാക്ഷ്യം പറയുന്ന ആൾ പറയുന്നതിലെ അശാസ്ത്രീയതയും അറിവില്ലായ്മയും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അയാളുടെ തലയൊട്ടി ഫ്രീസറിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അയാൾക്ക് ബോധമില്ലാതെ കിടക്കുന്നു. അയാളുടെ ഒരു വശം തളർന്നിരിക്കുന്നു. ആ വശത്ത് യേശുനാമ ജപം എന്ന പുസ്തകം വെച്ചപ്പോൾ അയാൾക്ക് ജീവനുണ്ടായി. അയാൾ അത്ഭുതം സംഭവിച്ചു എന്നാണ് പറയുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരാൾക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുമെന്നും വിശ്വാസം സൗഖ്യത്തിന് കാരണമാകുമെന്നും സൗഖ്യം അനുഭവിക്കാൻ ഇടയാകുമെന്നും ഒക്കെ വിശ്വസിക്കാം. അതെല്ലാം സ്വീകരിക്കാവുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിൽ നിങ്ങളെല്ലാം സൗഖ്യമുള്ളവരായിരിക്കുന്നുവെന്ന് 1 പത്രോസ് 2:24 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം വഴി സംഭവിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. സൗഖ്യം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സൗഖ്യം എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇത്തരത്തിലൊരു പുസ്തകം വെച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമായ ഒന്നല്ലേ? ക്രിസ്തുവിരുദ്ധമായ ഈ ആശയത്തെക്കുറിച്ച് എന്തെങ്കിലും തർക്കം സഭയ്ക്കകത്തുള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നടക്കും, അത്ഭുതം സംഭവിക്കും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് തർക്കമില്ല. നിങ്ങൾ ഇന്ന ധ്യാനം കൂടിയാൽ നിങ്ങളുടെ ശാപങ്ങളെല്ലാം തീരും, അങ്ങനെ ശാപങ്ങൾ തീർന്നാൽ നിങ്ങൾ ഭൗതികമായ നേട്ടമുണ്ടാകും എന്ന് ക്രിസ്തുവിരുദ്ധമായും സുവിശേഷ വിരുദ്ധമായും പ്രഘോഷണം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊരു തർക്കമില്ല. സമ്പത്തുള്ളവന്റെ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനായി തീരുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് ക്രിസ്തു സാക്ഷ്യമായി മനുഷ്യർ ജീവിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. തർക്കമുണ്ടാകുന്ന എന്തിനെ സംബന്ധിച്ച? തർക്കം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചാണ്. ഒരാചാരവും മാറാതിരുന്നിട്ടില്ല. ഒരാചാരത്തിലും നിലനിൽക്കാൻ സാധ്യമല്ല. ആചാരാനുഷ്ഠാനങ്ങളാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന ഭാഗമെന്ന് വന്നാൽ അതിൻ്റെ പേര് മതമെന്നാണ്. അങ്ങനെ മതമാണെന്ന് സ്വയം സമ്മതിക്കുന്ന രീതിയിലാണ് വിമതർ എന്ന പ്രയോഗം ഉണ്ടാകുന്നത്. ഏറ്റവും ആദ്യത്തെ വിമതൻ യേശുക്രിസ്തുവാണ്. മതം ലംഘിച്ചയാൾ, പാരമ്പര്യങ്ങളെ ലംഘിച്ചയാൾ. പാരമ്പര്യങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ആത്മാവിലുള്ള ജീവിതമാണെന്നും സ്വയം സമർപ്പണമാണെന്നും അവരന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതാണ് സ്നേഹത്തിന്റെ അടയാളമെന്നും ലോകത്തോട് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അതുകൊണ്ട് യഹൂദമതം പുറത്താക്കും. യഹൂദമതം യേശുക്രിസ്തുവിനെ ക്രൂശിക്കും. അപ്പോൾ ഭിന്നാഭിപ്രായം ഉണ്ടാകുമ്പോൾ ആ ഭിന്നാഭിപ്രായം പറയുന്നയാളെ നമ്മൾ എന്ത് ചെയ്യണം? ശിക്ഷയ്ക്ക് വിധേയനാക്കണം. അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാം അധ്യായത്തിൽ 33 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. അവിടെ അപ്പോസ്തലന്മാരെ യഹൂദ പ്രമാണികൾ വിചാരണ ചെയ്യുകയാണ്. അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ ഇടപെടുന്നയാൾ ഗമാലിയേലാണ്. നിയമപണ്ഡിതനായ ഗമാലിയേൽ ഇടപെടുന്നു. എന്നിട്ട് പറയുന്നത് അവരവരുടെ വഴിക്ക് വിട്ടേക്കൂ. ഇങ്ങനെ പലരും വന്നിട്ടുണ്ട്, ആ വന്നവരൊക്കെ ക്രമേണ നശിച്ചു പോയിട്ടുണ്ട്, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ. അവരുടെ ഉദ്യമം ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് നിലനിൽക്കും, അഥവാ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് താനേ നശിച്ചു പോകും. ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും അഭിപ്രായ ഭേദങ്ങളെ സംബന്ധിച്ചും നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം അവയൊന്നും സ്ഥായി രൂപമല്ല എന്നുള്ള കാര്യമാണ്. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പലതും നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. നമ്മൾ ലോകത്തെ പരിചയിക്കും തോറും, അറിവ് നേടും തോറും, അനുഭവങ്ങൾ ഉണ്ടാകും തോറും നാം പുതിയ പുതിയ ഘട്ടങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് ഐക്യരൂപം എന്നൊരു കാര്യത്തെ സംബന്ധിച്ച്, സഭയിലെ തർക്കങ്ങളെ സംബന്ധിച്ച് പൊതുവായി നമുക്കുള്ളൊരു വീക്ഷണം, ഈ തർക്കങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പുറമേയുള്ളതാണ്, അകക്കാമ്പിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്നുള്ളതാണ്. ഇനി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഗുണകരമാണോ? നിരന്തരം നവീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് സഭ. സഭ നമ്മുടെ മാതാവാണ്. നിരന്തരം നവീകരണത്തിലൂടെയാണ്. നവീകരിക്കപ്പെട്ടുകൊണ്ടേ സഭയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റും. പാരമ്പര്യത്തിൽ അടിയുറച്ചിട്ടല്ല. വിശുദ്ധ പാരമ്പര്യങ്ങൾ ക്രിസ്തുവിലേക്ക് നമ്മെ ഐക്യപ്പെടുത്തുന്നു. അതേസമയം തന്നെ അനുഷ്ഠാനാചാരങ്ങളിലുള്ള പാരമ്പര്യങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ടല്ല സഭ മുമ്പോട്ട് പോകുന്നത്. സഭ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? നവീകരണത്തിലൂടെയാണ്, പുനരുദ്ധാരണത്തിലൂടെയല്ല. പലപ്പോഴും നമുക്ക് പുനരുദ്ധാരണവാദത്തിന്റെ സ്വഭാവം വരും. അത് മതരൂപം കൈക്കൊള്ളുമ്പോഴാണ്.
നമ്മളൊരു മതമാണെന്ന് സ്വയം ധരിക്കുമ്പോഴാണ്. ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്താൽ നമ്മൾ ഒന്നാകും എന്നാണ് കരുതുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഒന്നാകാൻ സാധ്യമല്ല. എങ്ങനെയാണ് നമുക്ക് ഐക്യരൂപം പ്രാപിക്കാൻ പറ്റുക? സഹിഷ്ണുതയോടെയാണ്. യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് അവരെ സ്വീകരിക്കാത്ത സമരിയക്കാരുടെ പട്ടണം അവരുടെ മേൽ അഗ്നി ഇറക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാർ. തങ്ങളുടെ കൂടെ വരാത്ത കുറെ ആളുകൾ ശുശ്രൂഷ ചെയ്യുന്നതായി കാണുമ്പോൾ അവർ എന്ത് ചെയ്യണം എന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. യേശു പറയുന്നത് അവരവരുടെ വഴിക്ക് വിടൂ. ഒരേ സമയം എൻ്റെ നാമം പറയാനും എനിക്കെതിരായി തീരാനും അവർക്ക് കഴിയില്ലെന്നാണ്. അതുകൊണ്ട് സഹിഷ്ണുതാഭാവം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം നമുക്ക് ഈ തർക്കങ്ങൾക്കിടയ്ക്ക് കാണാം. അതാണ് അപകടകാരിയായിട്ടുള്ളത്. സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് മൂത്തയാൾ പറയും ബാക്കി എല്ലാവരും അനുസരിക്കണം. അങ്ങനെയല്ല. അനുസരണം എന്നത് ഒരാൾക്ക് ഹൃദയം കൊണ്ടുണ്ടാകേണ്ട വികാരമാണ്. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് എല്ലാവരെയും വാക്കുകൊണ്ട് അടിച്ചമർത്തി കീഴ്പ്പെടുത്തുകയല്ല ചെയ്തു. യേശു ഒരു സാധ്യത മുമ്പോട്ട് വയ്ക്കാം. യേശു തന്റെ ജീവിതം തന്നെ മുമ്പോട്ട് വയ്ക്കാം. പരിഹാരമായി സ്വയം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തെ മുഴുവൻ നേടുക. അധികാരസ്ഥാനത്തിരിക്കുന്നവരും ശുശ്രൂഷ നേതൃത്വത്തിലേക്ക് വരുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകാനാണ് വരുന്നത് എന്നൊരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വന്നാൽ അത് അപകടകരമായ ഒന്നാണ്. യഹൂദ പൗരോഹിത്യത്തിന്റെ ഭാവത്തിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ കടന്നു പോകും. വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ വ്യക്തിനിഷ്ഠമായൊരു കാര്യമാണ്, വസ്തുനിഷ്ഠമായ കാര്യമല്ല, വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അന്ധവിശ്വാസത്തിലേക്കും അപഭ്രംശത്തിലേക്കും ഒക്കെ പോകാവുന്ന ഒന്നാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ നാഥനായ ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ആത്മാവിൽ നിരന്തരം നവീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുഭാവം വെളിപ്പെടുത്താൻ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. യേശുവിനെ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാം? യേശുവിനെ അവതരിപ്പിക്കാൻ ഒരു വർണ്ണ ചിത്രം കൊണ്ട് സാധ്യമല്ല, ഏതെങ്കിലും ആചാര അനുഷ്ഠാനം കൊണ്ട് സാധ്യമല്ല. അത് ജീവിതം കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അങ്ങനെ ജീവിതം കൊണ്ട് സ്വയം സമർപ്പിതരാകാൻ വിശ്വാസികൾക്ക് കരുത്തു പകരേണ്ട പരിശുദ്ധ കുർബാന ഭിന്നതയ്ക്ക് കാരണമായിട്ട് മാറുന്നു എന്ന് വന്നാൽ അതിനർത്ഥം അതിൻ്റെ അകക്കാമ്പിലേക്ക് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ്. ആ അകക്കാമ്പിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകും വിധം കരുണാരഹിതമായും നീതി നിഷേധമായും നമ്മുടെ ഹൃദയം മാറിപ്പോകുന്നുണ്ടോ? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, കുറവുകളും പോരായ്മകളും ഉള്ളവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവത്തിലാണോ നമ്മൾ ഇന്ന് മുമ്പോട്ട് പോകുന്നത്? കുറവുകളുള്ളവരെ തള്ളിക്കളയാനും തല്ലിച്ചതയ്ക്കാനും അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും അതുവഴി നമ്മൾ നന്നായിരിക്കാനുമാണോ നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഇൻക്ലൂഷനാണ് സഭയുടെ ഭാവം, എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് ക്രിസ്തുവിന്റെ ഭാവം. സകലർക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. തന്നെ നിഷേധിക്കുന്നവർക്ക് വേണ്ടി കൂടിയും കുരിശിൽ മരിച്ച ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിന് ചേരാത്തവരെയൊക്കെ തള്ളിക്കളയുകയും അവരെ മാറ്റി നിർത്തുകയും അവരൊക്കെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കുകയും അവരെ നശിപ്പിക്കാൻ ഹൃദയത്തിൽ അഭിലഷിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം വിശ്വാസികളുടെ ഇടയിൽ കടന്നുകൂടി എന്നത് ഗൗരവമായി നമ്മൾ കാണണം. ആരാധനക്രമ തർക്കങ്ങളോ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളോ സഭയിൽ നിന്ന് നിലവിലുള്ള തർക്കങ്ങളോ അല്ല പ്രശ്നമായിട്ട് കാണേണ്ടത്. ഈ അപരത്വ നിഷേധമാണ്. ഈ അപരത്വ നിഷേധത്തിന് കാരണമാകുന്ന ഒരു വിഭാഗീയ മനോഭാവം, മതരൂപത്തിന്റെ ഒരു ആധിപത്യ സ്വഭാവം, ഒരു കാർക്കശ്യം നമ്മുടെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ നിശ്ചയമായിട്ടും നാം നമുക്ക് തന്നെ ശവക്കുഴി തോണ്ടുകയാണ്. വ്യക്തിപരമായി സഭയ്ക്കൊന്നും സംഭവിക്കില്ല. കത്തോലിക്ക തിരുസഭയ്ക്ക് നാശം സംഭവിക്കില്ല. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. ഈ തർക്കവും ഈ നേരവും കടന്നുപോകും. പക്ഷേ അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണുപോകാൻ, വിശ്വാസത്തിന്റെ അടിസ്ഥാന നിലപാടിനെ ലംഘിക്കുന്നവരായി മാറാൻ കാരണമായി തീരുന്നുണ്ട് ഈ തർക്ക വിതർക്കങ്ങൾ. കുർബാനയുടെ ആത്മബോധത്തെ തകർക്കുന്നതായി മാറുന്നുണ്ട് കുർബാനയെക്കുറിച്ച് പോലുമുള്ള തർക്കങ്ങൾ. ഈ ആരാധനയും ക്രമവും സംബന്ധിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആരാധന എന്നത് എന്താണെന്ന് വ്യക്തമായി റോമർ ലേഖനം 12 പറയുന്നുണ്ട്.
നിങ്ങളുടെ ശരീരങ്ങളുടെ സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായിരിക്കണം യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന സ്വയം സമർപ്പണമാണ്. നിങ്ങളുടെ ശരീരങ്ങളുടെ സജീവവും ദൈവത്തിന് പ്രീതികരവുമായൊരു യാഗം. അങ്ങനെ ഒരു അർപ്പണം ജീവിതത്തിൽ ഉണ്ടാകാൻ ക്രിസ്തുവിന്റെ യാഗാർപ്പണത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുന്ന കുർബാനയിൽ പങ്കുചേരുന്നു. അങ്ങനെ ഈ അർപ്പണത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രയോഗത്തെ മുഴുവൻ ചേർത്ത് വെക്കുന്നു. അതുവഴി നമ്മൾ നമ്മുടെ കർമ്മമേഖലയിൽ ഒരു നവീകരണം സംഭവിപ്പിക്കുകയാണ്. അങ്ങനെ നവീകരണം സംഭവിച്ച് സ്വയാർപ്പണത്തിന്റെ ശക്തിയായി മാറേണ്ടതിന് ഒരു ക്രമം നമ്മൾ രൂപപ്പെടുത്തുന്നു. ക്രമം ഉണ്ടാകണം എന്തിനാ? 10 പേര് വന്നിട്ട് 10 രീതി ചെല്ലാതിരിക്കാൻ ഒരു പ്രാർത്ഥന. 10 പേര് വന്നിട്ട് 10 രീതി ചെല്ലുമ്പോൾ 10 പേർക്കും ഒന്നും മനസ്സിലാവില്ല, കലഹം ഉണ്ടാവും. അവിടെ ഒരു ഏകതാരൂപത്തിലേക്ക് നമ്മൾ വരികയാണ്. എല്ലാവരും ഒന്നിച്ചു പറയാവുന്ന കാര്യം പറയുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നും എല്ലാവരും ദൈവമക്കളാണെന്നും തിരിച്ചറിയാൻ കഴിവുണ്ടാകുന്നിടത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഐക്യരൂപം ഉണ്ടാവൂ. അത് അടിച്ചേൽപ്പിച്ചുണ്ടാക്കാവുന്ന ഒരു രൂപമല്ല. ഹൃദയത്തുറവി കൊണ്ട് ഞാനും നീയും ഒന്ന് എന്നൊരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് അപരനെന്ന് ധരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു കാലത്ത് നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് മറ്റുള്ളവരിലൊക്കെ പിശാചിനെയാണ്. അതുകൊണ്ട് ഇയാൾ പിശാചാണ്, ഇയാൾ കുഴപ്പക്കാരനാണ്, ഇയാളെ തല്ലിക്കൊല്ലേണ്ടതാണ് എന്ന് നമ്മൾ ധരിക്കുകയാണ്. ഇങ്ങനെ ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാണ് ഈ തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെയാണ് വീണു പോകുന്നത്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നവർ വിചാരിച്ചത് അവരൊരു നന്മ ചെയ്യുന്നു എന്നാണ്. അപ്പോസ്തലന്മാരെ അടിച്ച യഹൂദന്മാർ വിചാരിച്ചത് അവർ നന്മ ചെയ്യുന്ന. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നവരുടെ വസ്ത്രം സാവൂൾ സൂക്ഷിക്കുന്നത് താനൊരു നന്മ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. വിശുദ്ധ പൗലോസ് ആത്മാവിന്റെ പ്രേരണയിൽ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ പ്രഘോഷകനായിട്ട് മാറുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഉൾക്കൊള്ളലിന് വിരുദ്ധമായി വരുന്ന ഏത് തർക്കത്തെയും നമ്മൾ കാണണം. അത് ക്രിസ്തു വിരുദ്ധമാണ്. അതൊരിക്കലും ബലിയുടെ രൂപമല്ല. രൂപപരമായ ഐക്യത്തെ അല്ല നമ്മൾ കാണേണ്ടത്, ആത്മാവിലുള്ള ഐക്യത്തെയാണ്. രൂപപരമായി ഈ വിഭാഗീയതകളും ഭിന്നതകളും നിലനിൽക്കും. പലതും പലതായിരിക്കും. ഒരിടത്ത് മാംസം വെക്കുന്നത് വറുത്തരച്ചാണ്, വേറെ സ്ഥലത്ത് മുളകരച്ചാണ്, വേറെ സ്ഥലത്ത് വറുത്താണ് കഴിക്കുന്നത്. പല രീതിയിലാണ് കഴിക്കുന്നത്. ഒന്ന് തന്നെ. അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒരുപോലെ തന്നെ കറി വെക്കണം, അപ്പോഴേ ഇത് ഇറച്ചിയാവുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് അബദ്ധമാണ്. പകരം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു രീതിപരമായ വ്യതിയാനമുണ്ടാകാം, മാറ്റങ്ങളുണ്ടാകാം. അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനുള്ള സ്നേഹമാണ് മുളച്ചു നിൽക്കേണ്ടത്. ആ സ്നേഹത്തിലാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത്. അന്യോന്യം ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കണമെന്നാണ് ശ്രീക നമ്മെ പഠിപ്പിക്കുന്നത്. ആ സ്നേഹത്തിന് വിരുദ്ധമായിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ നാം ഇന്ന് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തർക്കങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള അഭിപ്രായം പ്രധാനമായിട്ടും ഇതാണ്. ഈ തർക്കം ആശയപരമായ ഒന്നാണെങ്കിൽ ആശയപരമായ ഒരു സംവാദ മേഖലയിൽ അത് തുടരുന്നത് നല്ലതാണ്. പക്ഷേ ആചാര ദുശാഠ്യങ്ങളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ, ആരാധനാക്രമം അക്രമത്തിന് കാരണമായിട്ട് മാറുന്നുവെങ്കിൽ അത് നിശ്ചയമായും ക്രിസ്തുവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയണം. ആരാധനാക്രമ സംബന്ധമായി വിശദീകരണങ്ങൾ നടത്തുന്ന സഭാപ്രബോധനം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്, ആരാധനാക്രമം സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല, അത് പരിപൂർണമല്ല. ആ ആരാധനാക്രമത്തെ നാം ഏത് ഹൃദയബോധ്യത്തോടെയാണ് സ്വീകരിക്കുന്നത്? നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ കൂടുതൽ തുറവിയോടെയും ആധുനിക കാലത്തിന് അനുയോജ്യമായും ആണത് രൂപപ്പെടേണ്ടത്. അത് രൂപപ്പെടുകയാണ്. നാം പുനരുദ്ധാരണം എന്ന നിലയ്ക്ക് ആശയശാഠ്യങ്ങളുടെ പഴയ വഴിയിലേക്ക് അതിനെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ചെയ്യുന്നത് ഭീമാബദ്ധമാണ്. അത് ഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്. തലച്ചോറുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രയോഗിക്കാവുന്ന ഒന്നല്ല ആരാധന. അത് ഹൃദയതലത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങളുടെ പുറകെ പോയാൽ, സിദ്ധാന്തങ്ങൾ ജീവിതമല്ലെന്നറിയണം. ജീവിതമാണ് സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തേണ്ടത്. ഈ ഒരു തെറ്റാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് തിരിച്ചറിയാത്തവരോ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരും മൂഢന്മാരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അഭിപ്രായമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്, നാം ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. യോജിപ്പുകളോടൊന്നും നമുക്ക് എതിർപ്പില്ല, തോന്നാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രമമല്ല പരമപ്രധാനം. 2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. അതിലൊന്ന്, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു വിമാനത്തിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. വിമാനത്തിൽ മാർപ്പാപ്പയോടൊപ്പം, ഫ്രാൻസിസ് പാപ്പയോടൊപ്പം 2 പങ്കാളികൾ യാത്ര ചെയ്തു. സംഭാഷണ മധ്യേ അവർ വിവാഹിതരല്ലെന്ന് മാർപ്പാപ്പ തിരിച്ചറിയുന്നു. മാർപ്പാപ്പ അവരോട് ചോദിക്കുന്നു, എന്താണ് വിവാഹിതരാകാത്തത്? കേരളത്തിലെ പോലെയല്ല, കുറെ നാളൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ടാണ് വിവാഹം. അപ്പൊ അവർ പറഞ്ഞാൽ സാധ്യതകളും സമയമൊന്നും വന്നു ചേർന്നില്ല, പല തടസ്സങ്ങളും അതിനുണ്ടാവുന്നു, അതുകൊണ്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ് തടസ്സം? തടസ്സം സമയവും സൗകര്യവും ഒത്തുവരാത്തതാണ്. മാർപ്പാപ്പ ചോദിച്ചു, ഞാൻ ആശീർവദിച്ചാലോ? അവർക്ക് വിസ്മയമായി. എവിടെ വെച്ച്, എങ്ങനെ, എന്ന്? കാരണം നമ്മുടെ ധാരണയിൽ ഒരു ദേവാലയം, അച്ചടിച്ചു വെച്ചുള്ള പുസ്തകത്തിലെ പ്രാർത്ഥനകൾ, ക്രമങ്ങൾ, രീതികൾ ഒക്കെ വേണ്ടേ? മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് ആശീർവദിക്കാം. പള്ളിയില്ല, ആരാധനാക്രമത്തിന്റെ പുസ്തകങ്ങളില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മാർപ്പാപ്പ ആശീർവദിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ആചാരമര്യാദകളും തർക്കങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ ഉത്തരേന്ത്യയിൽ പോയപ്പോൾ അവിടെ പലപ്പോഴും ബലിയർപ്പിക്കപ്പെടുന്നത് മരച്ചുവടുകളിലാണ്. കിഴക്കോ തെക്കോ ദിക്കൊന്നുമില്ല, വലിയ ബലിമേശയില്ല, പുരോഹിതന് ധരിക്കാൻ ഗോത്തിക്കോ വസ്ത്രങ്ങളൊന്നുമില്ല. ഒരു ഷാള് പൊതിച്ച് കുർത്തയും പൈജാമയും ഇട്ട ഒരു പുരോഹിതൻ അവരുടെ മധ്യേ ഇരിക്കുന്നു. നമ്മളെപ്പോലെ അല്ല കേട്ടോ, വലിയ സ്നേഹത്തിൽ ഫാദർ ജി, ജയ് യേശു ഫാദർ എന്ന് പറയുന്നവരാണ്. ഒരുപക്ഷെ അതിലേതൊക്കെ മതക്കാരുണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. ഒരു ചെറിയ കൂട്ടം ആളുകൾ അവർ ഒന്നിച്ചിരിക്കുന്നു. അവരൊന്നിച്ചിരുന്ന് ക്രിസ്തു രഹസ്യം ധ്യാനിക്കുന്നു, ബലിയർപ്പിക്കുന്നു. ആ ബലിയർപ്പിക്കുന്നവർ എല്ലാം ഭാഗഭാക്കുകളാവുന്നു. കുളിക്കാൻ പോലും കഴിയാത്തവർ, നല്ല വസ്ത്രമില്ലാത്തവർ, പാവപ്പെട്ട മനുഷ്യർ ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് ക്രിസ്തുവിന്റെ യാഗത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ ആരാധനാലയങ്ങൾ പവിത്രമാണെന്ന് നമ്മൾ പറയും. ഈ മാഞ്ചുപടിനോളം പവിത്രത അതിനുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടെ കൂടിയ മനുഷ്യർക്കുണ്ടാകുന്ന ഹൃദയ ലാളിത്യത്തോളം ലാളിത്യം ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമതൊന്ന്, ചൈനയിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ. അവിടെ ജയിലിലായിരുന്ന ഒരു പുരോഹിതൻ ബലിയർപ്പിച്ചതിനെക്കുറിച്ച് പണ്ടൊരിക്കൽ വായിക്കാനിടയായി. കാസയില്ല, പീലാസയില്ല, വിളക്കുകാലുകളില്ല, ബലിപീഠമില്ല, തിരുവസ്ത്രങ്ങളില്ല. ജയിലറയുടെ മുന്നിൽ കാവൽ നിൽക്കുന്ന 2 പാറാവുകാർ മാത്രം. അവരുടെ തോക്കിൻ മുനകളിൽ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, തന്റെ ജീവിതം യാഗമായർപ്പിച്ചുകൊണ്ട് ആ പുരോഹിതൻ അവിടെ ബലിയർപ്പിക്കുന്നു. യഥാർത്ഥ ബലി ഹൃദയത്തിലുണ്ടാകേണ്ടതാണ്, സ്നേഹം പ്രസരിപ്പിക്കേണ്ടതാണ്, പരസ്പരം ഉൾക്കൊള്ളേണ്ടതാണ്, അവരന് ഭക്ഷണമായി മാറേണ്ടതാണ്. ക്രമത്തിന്റെ അക്രമത്തിൽ നിന്ന് ഹൃദയപരമായ ആരാധനയെ വേറിട്ട് കാണാൻ പഠിക്കണം. ഷാഢ്യങ്ങളിൽ നകന്ന്, പുനരുദ്ധാരണവാദങ്ങളിൽ നകന്ന് ക്രിസ്തുവിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. ഈ തർക്കങ്ങളിൽ 2 പക്ഷത്തും കക്ഷി ചേരാത്തത് ഇതുകൊണ്ട് മാത്രമാണ്. വ്യക്തിപരമായി എനിക്ക് പല ധാരണകളുണ്ട്, അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നില്ല. കാരണം അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്. ഞാനത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമാണ് തെറ്റും ശരിയും വിധിക്കേണ്ടയാൾ. ജനാധിപത്യ ഭാവം മറികടന്ന് ഇന്ന് രൂപപ്പെട്ടിട്ടുള്ള പ്രവണതകൾ യഥാർത്ഥത്തിൽ അപകടകാരങ്ങളാണ്, ലോകസമക്ഷം ദുർസാക്ഷ്യമാണ് എന്ന കാര്യം ഓർക്കണം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പൊരുതുകയും സ്നേഹോഷ്മളമായ ഒരു ജീവിതം കൊണ്ട് ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട സത്യത്തിന്റെ പ്രകാശമായി മാറേണ്ട വിശ്വാസ ജീവിതത്തെ അപജയപ്പെടുത്തുന്നവരുടെ മേൽ അനന്തമായ ദൈവകാരുണ്യം വർഷിക്കപ്പെടട്ടെ എന്ന് മാത്രം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.